ഇത് ഞാൻ ഡിസംബർ 22 ഓഫീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടന്നതെന്ന് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കുറച്ച് തിരക്കായതുകൊണ്ട് തന്നെ പോസ്റ്റ് ചെയ്യാൻ വിട്ടുപോയി, ലേറ്റായിപ്പോയി. രാവിലെ തന്നെ ഞാനും ഐശ്വര്യയും കൂടി കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. നമുക്ക് സ്റ്റാറ്റസും സ്റ്റോറിയൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോഴേക്കും ട്വിന്നിങ് ആയിട്ട് വിശാലി വന്നിട്ടുണ്ടായിരുന്നു. വിശാലി ഞാൻ ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഞാൻ വന്നിട്ട് സവാനയിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു കോസ്റ്റ്യൂമാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എൻ്റെ അടുത്ത് കുറേ പേര് അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ചും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നേരെ ഐശ്വര്യൻ്റെ ഹസ്ബൻഡിനെ കാണാൻ വേണ്ടി പോയി. അവൾക്ക് എന്തോ ഹസ്ബൻഡിനെ കാണാൻ എന്തോ ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആളെ കാണാൻ പോയി. ആൾ നമ്മൾ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോൾ തന്നെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇറങ്ങാനുള്ളൊരു പരിപാടിയിലായിരുന്നു. എന്നിട്ട് ഗ്ലാസ്സൊക്കെ വെച്ച് ആൾ ഇറങ്ങി. അതിനുശേഷം ആളോട് നമ്മൾ സംസാരിച്ചു. അവർ രണ്ടുപേരും എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു, എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. പിന്നെ അതിനുശേഷം അവളുടെ ലുക്കിനെ പറ്റി അവൾ തന്നെ സ്വയം വർണ്ണിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അവൾ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുകയാണ്. അതിനുശേഷം ആളുടെ അടുത്ത് ബായ് ഒക്കെ പറഞ്ഞ് ആളെനിക്ക് ബായ് തരികയാണ്. അങ്ങനെ നമ്മൾ ബായൊക്കെ പറഞ്ഞ് നേരെ പോണ്ടി ബസാറിലേക്ക് പോവാണ്. ആക്ച്വലി നമ്മൾ പേൾ കേക്ക്, ഹണി കേക്കിലുള്ള പേൾ ഓറിയൻ ചീസ് കേക്ക് അത് കഴിക്കണം എന്ന് വിചാരിച്ച് പോയതാണ്. പക്ഷേ നമ്മുടെ പ്ലാൻ മാറി. ഇത് കണ്ടോ, ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്റ്റലാണ് കേട്ടോ. ഐ തിങ്ക് മെൻസ് ഹോസ്റ്റലാണെന്ന് തോന്നുന്നു. ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്റ്റലൊക്കെ ഇങ്ങനെയാണ്, അടിപൊളിയാണ്. എനിക്ക് സംഭവം ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനത്തെ ഹോസ്റ്റൽസ് ഒന്നും അവൈലബിൾ അല്ല. ഞാൻ ഇവിടെ വന്നിട്ടാണ് ഇതൊക്കെ കാണുന്നത്. ഇത് കണ്ടോ, ഇതാണ് പോണ്ടി ബസാർ. പോണ്ടി ബസാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എറണാകുളം ബ്രോഡ്വേ ഒക്കെ പോലെയാണ് ഇവിടെ ചെന്നൈയിൽ പോണ്ടി ബസാർ എന്ന് പറയുന്നത്. ഇവിടെ ഒരുപാട് കൈൻഡ് ഓഫ് കമ്മലുകൾ, മാലകൾ, പിന്നെ കുറേ സ്ട്രീറ്റ് ഫുഡ്, പൂക്കൾ, പിന്നെ അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് തന്നെ നമ്മളെ പിടിച്ച് നിർത്തിയിട്ടായിരിക്കും ചാനലുകാർ ഇങ്ങനെ എന്തൊക്കെയോ, നമ്മളെപ്പോലത്തെ ഏത് യൂട്യൂബേഴ്സാണ്, അല്ല നമ്മളെപ്പോലെ നമ്മളെ കാര്യം ക്ലിക്കായ യൂട്യൂബേഴ്സാണ് അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിനൊക്കെ ക്വസ്റ്റ്യൻ ആൻസറൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. നിറയെ നല്ല വെറൈറ്റി ഓഫ് കളക്ഷൻസ് ഉണ്ട് ഇവിടെ. കടേൻ്റെ പേര് ഞാൻ മറന്നുപോയി, പക്ഷേ നന്നായിട്ടുണ്ട്. അവൾ അതന്നെ നോക്കിക്കൊണ്ട് നിൽക്കണം, അവളവിടെ വരുന്നേ ഇല്ല. അവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇതൊരു കേരള കൈൻഡ് ഓഫ് ബാർബർ ഷോപ്പാണ്. ഇവിടെ നിന്ന് നമ്മൾ ചേട്ടനെ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ചേട്ടനാണ് നമുക്ക് ബായ് കാണിക്കുന്നത്. ആളെന്തോ ഭയങ്കര സെലിബ്രിറ്റിയാണ്, ഫേമസ് ആയിട്ടുള്ള ആളാണെന്ന് പറയുന്നത്. ഞാൻ കണ്ടിട്ടില്ല ആളെന്നെ, പക്ഷെ ആളങ്ങനെ സ്വയം പറയുന്നു. സത്യമായിരിക്കും ചിലപ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് കറങ്ങി നേരെ വീട്ടിലേക്ക് തന്നെ പോയി. ഇന്ന് വേറെ പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. അത്രേ ഉള്ളൂ. താങ്ക് യു, ബൈ.